ഹായ്, പാത്രങ്ങൾ വേണോ പാത്രങ്ങളെ? പാത്രക്കടക്കാരൻ്റെ ഒരു ചെറിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഇരിക്കുന്ന കോളാമ്പിയില്ലേ, അതിനെ ചുറ്റിപ്പറ്റി ഒരു കഥ പറയാം. എൻ്റെ ഫാദർ പഴയ കാലം മുതലേ 40 വർഷം മുമ്പേ ഈ പാത്രങ്ങളൊക്കെ ഏറ്റി നടന്നിട്ടുള്ള ഒരു ബിസിനസ്സായിരുന്നു. നല്ല കനാണ്. ഇന്നത്തെ കാലത്ത് സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പോലെ അല്ല. അന്നത്തെ ഓട്, ചെമ്പ്, പിച്ചള പാത്രങ്ങൾ നല്ല കനമുണ്ടാവും. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തലയിൽ അതിൻ്റെ ഒരു തഴമ്പ് എന്ന് പറയില്ലേ, തലയിൽ തട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു തഴമ്പുണ്ടാവും. അറിയാലോ, അവർ പാത്രങ്ങൾ ഒരു വട്ടത്തിലുള്ളൊരു തരികൊക്കെ പോലത്തെ ചുറ്റിയിട്ട് അതിൻ്റെ മേലെയാണ് വെക്കുക. നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കോളാമ്പിയും ആ ഏറ്റി നടക്കലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ അച്ഛൻ കുറേ കാലം ഏറ്റി നടന്നിട്ട് ഒരു ഷോപ്പ് ഇട്ടു ഇവിടെ ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് കഴിഞ്ഞ് കുറേ കാലം അദ്ദേഹം അതിൽ ജോലി ചെയ്ത് കച്ചവടം ചെയ്തിട്ട് അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു. അപ്പോൾ അവർ, നിങ്ങൾ കുറച്ച് ഉള്ളിലേക്ക് പോയിക്കോളൂ, വേറെ എവിടെയെങ്കിലും ഷോപ്പ് നോക്കിക്കോളൂ, ഞങ്ങളത് പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പായിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ബിൽഡിങ് പണിതതിന് ശേഷം അവർ പറഞ്ഞു, ഇത് മൊത്തത്തിൽ എടുത്താൽ മാത്രമാണ് 3 കോടി രൂപയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി വന്നു. നമ്മളതിൽ അത്രയൊരു പണം ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. 3 കോടി പോയിട്ട് 2 കള്ളിമുണ്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഒഴിവാക്കി ഞാനായിട്ട് സ്വന്തമായിട്ട്, ഞാൻ അച്ഛൻ്റെ ഏറ്റവും ചെറിയൊരു മകനാണ്. ഞങ്ങൾക്ക് ഷോപ്പുകൾ വേറെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അവർ തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഷോപ്പ് എടുത്തതാണ്. ഇതൊക്കെ പോട്ടെ, അച്ഛൻ്റെ ഈ കോളാമ്പിയും ഈ എന്താ പറയുക, ഈ കഥയായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കോളാമ്പി അച്ഛൻ ഒരു 35 കൊല്ലം മുമ്പേ, ഇതിപ്പോൾ എനിക്കൊരു പഴയതിൽ വന്നതാ, ഒരു 35 കൊല്ലം മുമ്പേ അദ്ദേഹം ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ആ ടീം നമ്മളവിടെ, ഇതാണിപ്പോൾ നമ്മളെ നിലവിലെ നമ്മുടെ ഷോപ്പിൻ്റെ അന്നത്തെ പേരും ഇന്നത്തെ പേരും കേട്ടോ. അപ്പോൾ അവർ തിരഞ്ഞു പിടിച്ചു നമ്മുടെ ഷോപ്പിലോട്ട് വന്നു. പഴയ ബിൽഡിങ്, പഴയ ഷോപ്പ് അന്വേഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ അവിടെ കാണാത്തതുകൊണ്ട് ഇവിടെ അന്വേഷിച്ച് തിരഞ്ഞു പിടിച്ച് അവർ വന്നു. ഒരുപാട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പഴയ ഷോപ്പ് സെൻറ്ററിലാണ്, പക്ഷേ ഈ ഷോപ്പ് കുറച്ചുള്ളിലാണ്, പെട്ടെന്ന് കാണാൻ പറ്റില്ല. അവർ തിരഞ്ഞു പിടിച്ച് വന്ന് ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അച്ഛപ്പോൾ ഷോപ്പിലോട്ടൊന്നും വരാറില്ല, ഞാൻ തന്നെയാണ് ഷോപ്പിൽ. അങ്ങനെ സംസാരിച്ച് പഴയത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ മകളുടെ കുട്ടിക്ക് 28-ന് പാത്രങ്ങൾ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. ഈ കല്യാണത്തിന് പഴയ കാലത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, കുറച്ച് പേര് കൊടുക്കുന്നുണ്ട്. കിണ്ടി, കോളാമ്പി, അങ്ങനെ കുറേ ഒരു ചടങ്ങായിട്ട് അങ്ങനെ പൂവും, പുട്ടുകൂടം, ഇഡ്ഡലി പാത്രം, അങ്ങനെ പറഞ്ഞിട്ടൊരു വട്ടച്ചെമ്പ്, അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാലും ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വിളക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് പൊതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ പഴയത് തരുന്നതിൻ്റെ ഇടയിൽ ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എനിക്കെൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ എൻ്റെ കണ്ണിൽ പെട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സാധനമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ 30 വർഷം മുമ്പേ എൻ്റെ കല്യാണത്തിന് അച്ഛൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്, അതവർ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ കട തേടി വന്നതാണ്. ആ ചേച്ചിയുടെ മകളുണ്ടായിട്ട് അതിൻ്റെ കുട്ടിക്ക് 28-ന് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ആ സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ പഴയ കാലത്തൊക്കെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഒരു കടയിൽ നിന്ന് പാത്രം എടുക്കും, ഒരു കടയിൽ നിന്ന് തുണി എടുക്കും, അങ്ങനെയുള്ളൊരു മൈൻഡായിരുന്നു. ഇന്നിപ്പോൾ കടകളെണ്ണം കൂടി ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടണം എന്നുള്ളതായി. പക്ഷെ എന്നാലും ഇപ്പോഴും കുറേ അങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ട് ഇപ്പോഴും ആ ഒരു കടയിൽ നിന്ന് മേടിച്ചാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. വേറെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാകും, പക്ഷേ നമ്മളെ കടയിൽ നിന്ന് മേടിക്കുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ തേടി വരാറുണ്ട്. ഇപ്പോഴും അച്ഛൻ്റെ ആ പഴയ ലേബിൾ, 40 വർഷം മുമ്പത്തെ ആ കട എന്നുള്ള ലേബിൾ നമുക്ക് ഈ കടയ്ക്ക് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 12 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഈ കോളാമ്പിയുടെ കഥ, അതിൻ്റെ പിന്നിലുള്ള ചരിത്രം, ഇതൊരു കോളാമ്പിയുടെ കഥ മാത്രമായിട്ടല്ല. അച്ഛൻ അതല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഒരു വിശ്വാസം. ആ വിശ്വാസം ഒരു തലമുറ കഴിഞ്ഞ് അടുത്ത തലമുറ കഴിഞ്ഞ് 3-ാം തലമുറയിലേക്ക് മാറിയത് കണ്ടപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു മാനസികാവസ്ഥ, ഇന്നത്തെ കാലത്ത് ഇല്ലാതെ പോകുന്നൊരു വിശ്വാസവും ഒരു ബന്ധങ്ങളും അതെന്നെ വല്ലാതെ കണ്ണ് നനയിപ്പിച്ചു. അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. അങ്ങനെ ഈ കോളാമ്പി കഥ ഇവിടെ അവസാനിക്കുന്നു.